നമസ്കാരം. 2024 കഴിയാനായി 2025 കാലെടുത്ത് വെക്കാൻ നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടും ഒരുപാട് മാറി. പക്ഷേ പ്രവാസലോകം എത്രത്തോളം മാറി എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും ഇത് കാണുക. ഇത് മരുഭൂമിയും ഇപ്പം പഴയ മാതിരിയല്ല, ഇപ്പം പച്ച പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രവാസികൾ എത്രത്തോളം ജീവിത രീതി മാറ്റം വരുത്തി എന്നുള്ളത് നമുക്ക് അവരുടെ റൂമിൽ തന്നെ പോയിട്ട് അവരോട് തന്നെ ചോദിച്ചറിയാം. ഈ പൊരി വെയിലത്ത് ഏകദേശം 45 ഡിഗ്രി ചൂടാണ് ഇവിടെ. ഈ ചൂടത്തും ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത് അതും പ്രവാസി തന്നെയാണ്. എന്നാലും അവർ സന്തോഷത്തിലാണ്. എന്ത് സന്തോഷം എന്നല്ലേ, അവരുടെ ബന്ധുക്കളും നാട്ടുകാരൊക്കെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നറിയുമ്പോഴുള്ള ഒരു സന്തോഷം. പ്രവാസി എത്രത്തോളം മാറിയെന്നും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 15% പ്രവാസികളും നല്ല ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിലും 85-90% പ്രവാസികൾ ഇപ്പോഴും പഴയ രീതിയിലാണെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. തീർച്ചയായിട്ടും നമുക്ക് അവരെ തന്നെ പരിചയപ്പെടാം. പ്രവാസിയുടെ റൂമാണ്. നമുക്കിത് ഇവിടെ നിയമങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് നിയമങ്ങളുണ്ട്. പതുക്കെ വാതിൽ തുറക്കാവൂ, കാരണം ഉറങ്ങുന്നവരുണ്ടാവും. അസ്സലാമു അലൈക്കും. എന്താ ഭക്ഷണം കഴിക്കല്ല? മാഷാ അല്ലാ. ഏകദേശം 7 പേര് താമസിക്കുന്ന റൂമാണത് അല്ലേ? അപ്പോൾ ഈ 2 കട്ടിലിന് തട്ടിട്ടിട്ടില്ല. ആളുകൾ കൂടുമ്പോൾ ഇതിനും തട്ടിടും, അങ്ങനല്ലേ? അപ്പോൾ നിങ്ങൾ രാത്രി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും അല്ലേ? അപ്പോൾ ഈ ഒരു സംഭവമാണ് എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കൽ, ഒരേ പാത്രത്തിൽ നിന്ന്. ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിലും ശീലിച്ചുകൂടെ, വീട്ടിലൊക്കെ? പക്ഷേ വീട്ടിൽ നമ്മളിപ്പോൾ പുതിയ ജനറേഷൻ വളരെയധികം വ്യത്യസ്തമായിട്ടാണ്. കാരണം ഒരാൾ 8 മണിക്ക് എണീക്കുന്നവർ, 10 മണിക്ക് എണീക്കണവർ, ഉച്ചയ്ക്ക് എണീക്കണവർ, എന്നിട്ട് തോന്നിയ മാതിരി എന്തെങ്കിലും കഴിച്ചു പോവുക. അപ്പോൾ ഈ ഒരു സംസ്കാരം നമ്മളെ വീട്ടിലൊക്കെ വളർത്തിയെടുക്കണം. അല്ലാക കാക്കയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട്. കാക്ക ഇവിടെ എത്ര വർഷമായി? 26 വർഷം കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ 26 വർഷത്തിനിടയിൽ നിങ്ങൾ ഇതുപോലത്തെ സിറ്റുവേഷൻ തന്നെയല്ലേ ജീവിച്ചു പോന്നിട്ടുള്ളത്? അങ്ങനെ തന്നെയാണ്. പിന്നെ ഇനി ജീവിക്കാൻ സാധ്യതയുള്ളത് അത് തന്നെയാണ്. അടുത്തൊന്നും നിർത്തിപ്പോകാനുള്ള പരിപാടിയില്ല. ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും അതിനെക്കുറിച്ച്, അതായത് നാട്ടിൽ സെറ്റിൽ ആയതിനെക്കുറിച്ച് ഇപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ട് തന്നെ ഇല്ല, ചിന്തിച്ചിട്ട് പോലും ഇല്ല. എനിക്ക് ഇനിയിപ്പോൾ 2030 നിർത്തണം, അങ്ങനെയും ചിന്തയില്ല. ഇല്ലല്ലേ? ചിന്തിക്കാനുള്ള സമയം ആയിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ പുതിയ ജനറേഷനാണ്. അപ്പോൾ ഇപ്പോൾ ഷുഹൈബ് 1 മാസമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. അജ്സിൽ എത്ര? 2 വർഷമാ? 2 വർഷം. അപ്പോൾ ഇവിടെ എല്ലാവരും സമന്മാരാണ്. അപ്പം ആദ്യം വന്ന ആളുകൾ, പുതിയതായി വന്ന ആളുകൾ ഒക്കെ തുല്യമാണ്. ഓക്കെ. അപ്പോൾ സന്തോഷമാണ് ഇവിടെ. എല്ലാവരും റാഹത്താണ്. ഈ ഒരു റാഹത്ത് ഇതന്നെ സന്തോഷം. ഈ ജോലി, റൂം ഈ ജോലിക്ക് പോവാ, വേറൊരു എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ല. ഇതന്നെ എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളെ സന്തോഷം തന്നെ ഈ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ അവിടുന്ന് സുഖമാണ്, അവർ സന്തോഷത്തിലിരിക്കണേ, അവരെല്ലാം നല്ല ആർഭാടത്തിൽ ജീവിക്കണേ, ആ ഒരു സന്തോഷം. അതൊരു സന്തോഷമാണ്. നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ നിന്ന് പോകുന്നത്. എന്താടാ എൻ്റെ ഒക്കെ അഭിപ്രായം? ഷെറാണ്. ഷെറാണ്. ഇവിടെ തുടരാൻ തന്നെ തീരുമാനം. അച്ഛല? ഓക്കെ. ഞാൻ എന്തായാലും നമ്മളെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. 7 ആളുണ്ടായാലും 10 ആളുണ്ടായാലും ബാത്റൂം ഒന്നേ ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലേ? 7 ആൾ താമസിക്കുന്ന അവരുടെ ഒരു കിച്ചൻ്റെ സെറ്റപ്പാണത്. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്റ്റോർ റൂം വേണമെങ്കിൽ പറയാം. എത്ര മനോഹരമായിട്ടാണ് ഡ്രസ്സുകൾ, ഇവരുടെ എല്ലാവരുടെ ഡ്രസ്സും എത്ര ഒരുമയോട് കൂടിയാണ് തൂങ്ങിയെടുക്കണമെന്നറിയാം. ഇവർ ജീവിതം പോലെ തന്നെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഒരു പ്രശ്നം ആർക്കുമില്ല. ഇതുണ്ടല്ലേ, ഇത് കിച്ചണ്. ഇതിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു ബാത്റൂമിൻ്റെ സൗകര്യം ഇതിനുള്ളൂ. ആ ഒരു 6x6 അത്ര ഇതിൻ്റെ നീളം വീതി കണക്കാക്കാൻ പറ്റുള്ളൂ. ചോറൊക്കെ റെഡിയാക്കിയാണ്. ഇത് കണ്ട ചോറ്, ഒരു ചോറ്, ഒരു കറി, ഒരു ചെറിയൊരു താളിപ്പ്, മുലൂഖിയ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ 4 കൂട്ടാനും 10 കൂട്ടാനൊന്നുമില്ല. ഇനി ഇവിടെ തന്നെ ഒരുപാട് നിയമങ്ങളൊക്കെ എഴുതി വെച്ചൊരു വാതിലുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. നോ സ്മോക്കിംഗ്. വാതിൽ തുറന്നിടരുത്. ശുചിത്വം പാലിക്കുക. ബാത്റൂമിൽ ഒരാൾ 12 മിനിറ്റിൽ കൂടുതൽ സമയം ഉപയോഗിക്കരുത്. പിന്നെന്താ ഇതിന്? പുറത്ത് ആൾ വെയിറ്റ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും നിയമാവലികളാണ് ഈ ഒരു ഡോറ് കറന്ന് അകത്തേക്ക് പോയാലുള്ളത്. അപ്പോൾ അത് വളരെ ഇതാണ് ബാത്റൂം. ഈ ഒരു ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ സംഗതിയും. അതായത് കുളിക്കാനും കക്കൂസ് പോകാനും
വാഷ് ചെയ്യാനും. ഇവിടെ വലിയൊരു ബക്കറ്റ് ഇരിപ്പുണ്ട്. ഇതെന്താണെന്ന് അറിയുന്നത്, ഇതിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം കൊണ്ടേ കുടിക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ് വെള്ളത്തിന്. ഇത്രയാണ് ഒരു ആവറേജ് പ്രവാസിയുടെ സെറ്റപ്പ്. ഒരുപാട് നമ്മുടെ നാടും ലോകം ഒരുപാട് വളർന്നെങ്കിലും നമുക്കറിയാം 25 വർഷം മുമ്പും ഇന്നും പ്രവാസി തന്നെയാണ്. അപ്പം നാട്ടിലുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആർഭാടത്തോടെ ജീവിക്കുന്ന ഒരു 5-10% ആളുകളെ മാത്രം കമ്പയർ ചെയ്താൽ പോരാ. ഇനി ഇതിലും താഴേക്കിടയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അവരെ ചൂഷണം ചെയ്യാതിരിക്കുക എന്നും കൂടി ഞാനിതിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്തുന്നു.